ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിക്കാം. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം തിരുവചനമാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. അമ്മയുടെ മടിയിലിരിക്കുന്ന ശിശുവിനെ പോലെ പിതാവിൻ്റെ നീട്ടിയ കരങ്ങളിലേക്ക് സന്തോഷത്തോടെ ഓടിയെടുക്കുന്ന ബാലനെ പോലെയാണ് യേശു തൻ്റെ മരണത്തെ കാണുന്നത്. ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ആദ്യത്തെ വചനവും പിതാവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഉത്കണ്ഠാകുലരായി തന്നെ തേടി വന്ന മാതാപിതാക്കൾക്ക് നൽകിയ മറുപടിയാണ് ആദ്യത്തെ വചനം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഇപ്പോൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് മടങ്ങുന്നു. ഓരോ വ്യക്തിക്കും ഇതുപോലെ പറയാൻ കഴിയണം. മരണം ശൂന്യതയിലേക്കുള്ള വീഴ്ചയല്ല, പിതാവിൻ്റെ കരങ്ങളിലേക്ക് നടത്തുന്ന സമർപ്പണമാണ്. നമ്മെ സ്വീകരിക്കാൻ നീട്ടിയ കരവുമായി കാത്തുനിൽക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് യേശു നമുക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാനായുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.